ഞാൻ പഠിച്ചു വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്ഥാപനത്തിന് എനിക്ക് മോശമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ ഡയറക്റ്റ്ലി ടീച്ച് ചെയ്യുന്ന ഫാക്കൽറ്റീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പാർഷ്യാലിറ്റി, അല്ലെങ്കിൽ അവരുടെ ഡിസ്ക്രിമിനേഷൻ, അവർ ഈ പറഞ്ഞ പോലെ ലേബിൾ ചെയ്യുന്ന കാര്യങ്ങൾ, നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഡിഫറൻസസ്, അങ്ങനത്തെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്യേണ്ട സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ടീച്ചേഴ്സിനെ കാണുന്നത് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഞാൻ വിഷമാണ്. നമ്മൾ എങ്ങനെയോ നമ്മൾ പഠിച്ചു വന്ന സാഹചര്യത്തിൽ എപ്പോഴും ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ റെസ്പെക്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്ന് നമ്മുടെ ബോഡി ലാംഗ്വേജ് വരെ ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ആ റെസ്പെക്റ്റ് വന്നു പോകുന്നതാണ്. പ്രായം നോക്കിയിട്ടൊന്നുമല്ല. നമ്മൾ അങ്ങനെ കൊടുത്ത് ശീലിച്ച ആൾക്കാർ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയും ടീച്ചേഴ്സ് ഉണ്ടാവും എന്നുള്ള ലേണിംഗ് അവിടെ നിന്ന് വരുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ ഇൻറ്റേർണൽ മാർക്സിൻ്റെ പ്രശ്നം വരാം. ഈ പറയുന്നത് പോലെ എക്സ്റ്റേണൽ ഫാക്കൽറ്റീസ് വരുന്ന സമയത്ത് അവർ തമ്മിൽ കോണ്ടാക്ട്സ് ഉണ്ടാവും, അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഇൻറ്റേർണൽ മാർക്സിൽ പലതും വ്യത്യാസം വരുത്താൻ പറ്റും, നമ്മളെ ഫെയിലാക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു പവർ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്തുള്ള ആൾ എപ്പോഴും ഹെൽപ്ലെസ് ആണ്. അപ്പം നമ്മൾ ട്രോമറ്റൈസ്ഡ് ആയി പോകും. ആ പവറാണ് ആ ടീച്ചേഴ്സിനെ നീ മണ്ടനാണ്, നീ പൊട്ടനാണെന്ന് പറയാൻ കേപ്പബിൾ ആക്കുന്നത്. ആ പവർ അവർക്ക് കൊടുക്കാൻ അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്. പക്ഷേ മിസ്ബിഹേവ് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ പവർ ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഇങ്ങനത്തെ ടീച്ചേഴ്സിൻ്റെ ബിഹേവിയേഴ്സ്. അത് എന്തും ചെയ്യാനുള്ള റൈറ്റ്. ചിലപ്പോൾ ഇതിന് റിവേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. പേടിച്ച് ക്ലാസ്സിൽ പോകുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഡ്രസ്സിങ് കറക്റ്റ് അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും, എങ്ങനെ കമൻറ്റ് ചെയ്യും, എന്ത് പറയും എന്ന് പേടിക്കുന്ന ഉണ്ട്. ക്ലാസ്സിൽ ഈ പറയുന്ന പോലെ സബ്സ്റ്റൻസും സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന കുട്ടികളെ കാരണം കണ്ണൊക്കെ റെഡായിട്ട് ഇരിക്കുന്ന കാരണം പേടിച്ചിട്ട് ഒന്നും പറയാതെ അത് കാണാത്ത പോലെ ക്ലാസ് എടുത്തിട്ട് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ടീച്ചേഴ്സായിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. രണ്ട് കൂട്ടരും നമ്മളിവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾക്ക് ആസ് എ സൊസൈറ്റി ഇതിനകത്തൊക്കെ വ്യത്യാസം കൊണ്ടുവരണം എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും വേണം.